ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിന് ശേഷം ആഭ്യന്തര ക്രിക്കറ്റിലും രോഹിത് ശർമ്മയുടെ ഒരു മോശം പ്രകടനം തന്നെയാണ് അദ്ദേഹം ബാറ്റിങ്ങിൽ തുടരുന്നത് എന്നുള്ള അപ്ഡേറ്റുകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മത്സരങ്ങളിലെ ഫോം ഔട്ട് തന്നെ ഇപ്പോഴും ആഭ്യന്തര മത്സരങ്ങളിലും അദ്ദേഹം തുടരുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ, അതായത് മുംബൈ ജമ്മു കാശ്മീർ മത്സരത്തിലാണ് വീണ്ടും അദ്ദേഹം ഫ്ലോപ്പാവുന്ന കാഴ്ച. അതുപോലെ തന്നെ മറ്റ് ഇന്ത്യൻ താരങ്ങളും ഈ ഒരു സ്ഥിതി തുടരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് രോഹിത് ശർമ്മ ആദ്യ ഇന്നിങ്സിൽ 19 പന്തുകളാണ് നേരിട്ടത്. അതിനകത്ത് 3 റൺസ് മാത്രമാണ് ജമ്മു കാശ്മീരിനെതിരെ രോഹിത് ശർമ്മയ്ക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഒരു മോശം ഫോം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു മത്സരത്തിലൂടെ നമുക്ക് വ്യക്തമാക്കും. ഇന്ത്യയുടെ മറ്റു താരങ്ങളായ ജയ്സ്വാൾ 8 ബോളിൽ 4 റൺസാണ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ആണെങ്കിൽ 7 ബോളിൽ 11 റൺസും ശിവൻ ദുബെ 0 ഔട്ടാവുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 7-47 എന്ന നിലയിലാണ് മുംബൈയുടെ ആ ഒരു സ്കോർ നില 7 വിക്കറ്റ് നഷ്ടത്തിൽ നിന്നിരുന്നത്. പിന്നീട് വന്ന ഷാർദുൽ താക്കൂർ അതുപോലെ തന്നെ ധനുഷും ചേർന്നാണ് ആ ഒരു സ്കോർ കുറച്ചെങ്കിലും ഒന്ന് ഉയർത്താൻ സാധിച്ചത്. ഷാർദുൽ താക്കൂർ 51 റൺസ് സ്വന്തമാക്കി. അങ്ങനെ ടീം ടോട്ടൽ അവർക്ക് 120 അതും മുംബൈക്ക് 120 സാധിച്ചു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയേണ്ടി വരും. അപ്പോൾ 120 തീരുന്ന കാഴ്ചയാണ് ഈ ഒരു മത്സരം കാണാൻ സാധിച്ചത്. അപ്പോൾ മികച്ച ഫോം ഔട്ട് തന്നെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര രോഹിത് ശർമ്മ അടക്കമുള്ളവർ കാണാൻ സാധിച്ചത്.